അപ്പോൾ പുള്ളി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഒന്നും തോന്നിയില്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ അച്ഛൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുക്കാൻ പറ്റണമെങ്കിൽ നല്ല കാര്യം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ അപ്പോഴെനിക്ക് പറഞ്ഞു തരണേ. ഇവിടെ ഉടമ്പടി ഉണ്ട് ചിട്ടയായുള്ള. പുള്ളി അതിനെ എനിക്ക് കുറച്ചും കൂടിയും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാം എങ്ങനെ ഉൾക്കൊള്ളണം എന്നില്ല പൊതുവേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നീ കാണേണ്ട പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി പിടിക്കുക. 5:30 എഴുന്നേക്കാന്ന് പറയുന്നത് പ്രഭാതത്തിൽ എഴുന്നേക്കണമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏർലി വേക്കപ്പ് നല്ലൊരു ബിസിനസ്സുകാർക്ക് വേണ്ട ഒരു കാര്യമാണ്. നീ നേരത്തെ എഴുന്നേക്ക്. ആ എഴുന്നേക്കാനുള്ളൊരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ അതിനുള്ളൊരു എന്താ പറയുക, ഒരു ചാർട്ടാണത്. നിങ്ങൾക്ക് ഉള്ളിൽ തോന്നണം, ഒരു കാരണം വേണം രാവിലെ എഴുന്നേക്കാൻ. ദൈവഭക്തി ദൈവഭയം ഉണ്ടെങ്കിൽ അതൊരു കാരണമാണ് നിങ്ങൾക്ക് നേരത്തെ എഴുന്നേക്കാൻ. നീ അങ്ങനെ അതിനെ കാണ്. പിന്നെ പച്ചത്തിരി നീലത്തിരി അതും ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നീ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുന്നു, നിനക്ക് കളർ ഡ്രസ്സ് ഇട്ട് പോക്കൂടെ? ഡ്രസ്സ് ഇട്ടാൽ പോരെ? ഞാൻ നേരത്തെ പോലെ വെള്ളത്തിരി കത്തിച്ചാൽ പോരെ ചോദിക്കണ പോലെ നിനക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് പോയാൽ പോരെ? അപ്പോൾ പറഞ്ഞു ശരിയാ, അത് അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് അതിനും ഒരു ഡിസിപ്ലിൻഡ് വേർഷൻ എനിക്ക് തന്നു, എങ്ങനെയാണ് അതിനെ അങ്ങനെ കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരുണ്യ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത്. ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ കൂടിയായിരുന്നു. അത് കാരണമാണ് എനിക്ക് കൺഫ്യൂഷൻസ് വന്നത്. ഞാൻ ആൾക്കാരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡെയിലി പള്ളി പോണ ഒരാളായിരുന്നു. ബൈബിൾ വായിക്കാറില്ലായിരുന്നു. അത് അച്ഛൻ പറഞ്ഞു നീ ബൈബിൾ വായിക്കുക, റീഡിങ് ഹാബിറ്റ് നല്ലതാണ്.